ആരുടെ? ആ വിളിച്ചിട്ടുണ്ട്, പക്ഷെ പോകാൻ പറ്റില്ല അമ്മേ. അമ്മ പോയിട്ട് വാ. ഓ അവിടെ ചെന്ന് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ് കയറി ഓഫീസിലെത്തുമ്പോൾ ഉച്ച കഴിയും. ആ ശരി അമ്മേ, ഞാൻ കല്യാണത്തിന് പോയിക്കോളാം. ശരി ശരി. എന്ത് അമ്മേ മോളായിട്ടൊരു കുശലം പറഞ്ഞില്ലേ? കുട്ടമ്പിള്ള വസ്തുവിന്റെ കാര്യം പറയാൻ വേണ്ടി ഭാര്യ കുത്തികളാക്കി ഇവിടെ തന്നെ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലല്ലോ അത് പോകാനൊന്നും പറ്റിയൊന്നുമില്ല. ആ പിന്നെ എങ്ങോട്ട് പോകണ ആരോട് പറയണേ? എൻഗേജ്മെന്റിന് പോണ കാര്യം. ആരാ? കുട്ടമ്പിള്ളേരെ രാവിലെ ഒന്നിച്ചറിയല്ലേ? നീ കാര്യം പറ. ആരാണ്? ജാനിക്കുഞ്ഞമ്മയുടെ മോളുടെ. അത് മീനുവാ? ആ മീനുവിന്റെ എൻഗേജ്മെന്റാ. ആ എവിടെ വെച്ചു? പൂത്തേട്ടത്ത് വീട്ടിൽ വെച്ച് നാളെ ചടങ്ങാ, പോണം. കല്യാണത്തിന് പോ. ആ കല്യാണത്തിന് പോകുന്ന ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് അതല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിലും എനിക്കറിയാം എന്റെ സ്വന്തക്കാരുടെ വീട്ടിൽ എന്നും എനിക്ക് പോകാൻ പറ്റാറില്ല. ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലായിടും പോകായിരുന്നു. ഇവിടുന്ന് നേരെ വീട്ടിൽ ചെന്ന് അച്ഛനമ്മയും കൂട്ടി അവിടുന്ന് ചടങ്ങും കഴിഞ്ഞ് അവിടെ നേരെ ഓഫീസിലും പോകായിരുന്നു. അതിന് വണ്ടി ഉണ്ടായിട്ട് എന്ത് കാര്യം? നിനക്ക് ഓട്ടിക്ക് അറിയാം. വണ്ടി ഉണ്ടെങ്കിൽ ഓടിച്ച് പഠിക്കാലോ. ആ അച്ഛാ, കാറിന്റെ കാര്യമൊന്നും അച്ഛൻ പറയണ്ട. 2 ലക്ഷം ഓർമ്മിപ്പിക്കാതെ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 60,000 രൂപയുടെ കാറാണ് അമ്മേനെ 2 ലക്ഷം എന്ന് പറഞ്ഞ് പറ്റിച്ചത്. 60,000 നിന്റെ അച്ഛനാണ് വാങ്ങിച്ചത്. 60,000 രൂപയ്ക്ക്. എടാ 2 ലക്ഷം രൂപ എടാ എന്റെ കയ്യിൽ നിന്ന് കൂടെ കുറച്ച് പൈസ ആയിട്ടാണ് കാർ വാങ്ങിച്ചത്. പിന്നെ അത് തിരിച്ചു കൊടുത്തില്ലടാ. മുടിയാ തിരിച്ചു കൊടുത്ത് എന്റെ കുറെ പൈസ കൊണ്ടേ കളഞ്ഞ്. പൈസക്കാണ് ഇവിടെ നോക്കിക്കോ, എന്തായാലും ഞാൻ ഒരു വണ്ടി എടുക്കും. അമ്മ നല്ല വാശിയില്ല. അമ്മ എന്തായാലും നല്ല അടിപൊളി കാർ എടുക്കും അല്ലേ? ആ എടാ നീ അന്നൊരു വണ്ടി കാണിച്ചെന്നില്ലായിരുന്നോ? ഏതായിരുന്നത്? ഔഡി. നല്ല വണ്ടിയാണ്, വിലയും കുറവ്. അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. അപ്പൊ അത് എടുക്കാം. എടുക്കണ്ട? ആ പിന്നെ എടുക്കണ്ട്. പോയാ നിങ്ങൾ പോ, എനിക്കിവിടെ ജോലി ഉണ്ട്. ആ തേങ്ങ കുറച്ച് പൊതിച്ചിട്ടേക്കണേ. തേങ്ങ കുറച്ച് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്, അത് പൊതിച്ചിട്ടേക്കണം. നിന്റെ അച്ഛനടുത്ത് പറ. ആ വരും അവിടെ നിന്ന്. മക്കളെ ശല്യപ്പെടുത്തല്ലേ, മാമൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ. എന്താണ് രണ്ടുപേരും കൂടെ മാമനെ സോപ്പ് ഇടണേ? ശ്രീ എണീ, ഒരു കാര്യം പറയാനാ. എണീക്ക്. രണ്ടുപേരും പോയേ. നീയും പോ. വലിയ കാര്യമാണെങ്കിൽ ഞങ്ങളിവിടെ പോവാം, പിന്നെ ചെറിയ കാര്യമാണെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കാം. പ്ലീസ് അമ്മ പറയാം, കാര്യം പറയാം. അച്ഛനോട് പറയില്ലെങ്കിൽ പറയാം. ഇല്ല ഞാൻ പറയത്തില്ല. ഞാനിപ്പോ അച്ഛനോടുള്ള കൂട്ട് വെട്ടി. ഇത് ശരിയാവത്തില്ല. അമ്മ കാര്യം പറ. അത് ഞാൻ ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് പറയാം. എടുത്തിരിക്കണോ? വേണ്ട, എടുത്തിരുത്തണം. നമുക്കൊരു കാറ് മേടിക്കണോടാ. പിന്നെ വേണ്ടേ, എന്തായാലും വാങ്ങണം അല്ലേടാ കേശു? ആ കാർ മേടിക്കാനുള്ള സമയം അതിക്രമിച്ചു. എന്തോ അതിക്രമിച്ചു? അമ്മ പറ, കാര്യം പറ. കഷ്ടപ്പെട്ടാ പറയണേ. കാർ മേടിക്കാം, പക്ഷേ സെക്കൻഡ് ഹാൻഡ് മതി അല്ലേ? പുതിയത് മേടിച്ചാൽ അതിന്റെ CC ഒക്കെ അടയ്ക്കണം, വലിയ പ്രശ്നമാവും. സെക്കൻഡ് ഹാൻഡ് മേടിച്ചാൽ പോരാ, നല്ല കാർ ആയിരിക്കണം അല്ലേ? പക്ഷേ ഡ്രൈവിംഗ് പഠിക്കണ്ടേ? ഡ്രൈവിംഗ് പഠിക്കണം. അതിന് എവിടുന്ന ടൈം ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ? ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണം. അല്ല, അതിന് സമയം വേണ്ടേ? സമയം ശനിയും ഞായറും രാവിലെ 6 മണി മുതൽ 8 മണി വരെ. പക്ഷെ അതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഞാൻ അന്വേഷിച്ചോളാം. എന്തോന്ന് അന്വേഷിക്കാന്ന്? ഒന്നുമില്ല. ഞാൻ ഇപ്പൊ വന്നപ്പോ സംസാരം നിർത്തിയത് ഒന്നുമില്ലേ? സംസാരം തീർന്നു പോയി. നിന്റെ സംസാരം തീരാനാണ് നല്ലത്. എന്താടി പറ, കാര്യം പറ. എന്താണ് സംസാരിച്ചേ? എന്തായിരുന്നു കേശു മക്കളെ, എന്താണ് അവിടെ സംസാരിച്ചേ? മാമന്റെ കല്യാണക്കാര്യം. മാമന്റെ കല്യാണക്കാര്യം. ഉടനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം. അവിടെ പെണ്ണിനെ അത് ഗണപതിയുടെ കല്യാണം പോലെ നാളെ നീളങ്ങ് പോവും. അയ്യോ ഞാൻ പോണേ, നിങ്ങൾ നടത്തി. മാമനും അമ്മയും മക്കളെല്ലാം കൂടെ തീരുമാനിക്കും. നമ്മളിവിടുത്തെ ആരുമല്ലല്ലേ. അയ്യാ കൊരയ്ക്കുന്നു. ചേച്ചി പറയല്ലേ, ഞാൻ അന്വേഷിക്കാം. പറയില്ല ഏട്ടാ. വാടാ, നീ എന്ത് മൈൻഡില്ലാതെ പോണ്? ഈടാറ്റേ നിനക്ക് അച്ഛനടുത്ത് ഒരു സ്നേഹമില്ല ഏട്ടാ. എനിക്കറിയാം നീ പോടേ. എനിക്കറിഞ്ഞൂടെ നിന്റെ കാര്യം. എന്റെ മാമൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പോയാ ഒരു വല്ലതൊക്കെ വാങ്ങിച്ചു തരും. എനിക്കൊന്നും വാങ്ങിച്ചു തരാൻ പൈസ ഇല്ല. അച്ഛന് തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂടാ. അച്ഛൻ അങ്ങനെ പറയല്ലേ. അച്ഛന് സ്നേഹം മാത്രം മതി എനിക്ക്. പിന്നെ അവരോട് എന്തോ സംസാരിച്ചാൽ പറയല്ലേ ഞാൻ അവിടെ വന്നേ. അമ്മയാണെങ്കിൽ പുതിയൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ പോവാ. അത് പഠിച്ചിട്ട് എന്തായാലും മേടിക്കൂ. പഠിക്കാൻ വേണ്ടി മാമൻ അമ്മയെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിലാ?
അപ്പം നമ്മൾ ഒതുക്കാനുള്ള പരിപാടിയാണല്ലേ? വിഷ്ണു, ആ എന്താമ്മേ? എടാ ATM കാർഡ് കണ്ട എന്റെ? ഞാനൊന്നും കണ്ടില്ല. പിന്നെ ഇത് എവിടെ പോയി? കാർഡൊക്കെ സൂക്ഷിച്ച് വെക്കണ്ടേ? ഇനിയിപ്പോൾ കാശിനൊക്കെ ആവശ്യം വരെയല്ലേ? എന്താവശ്യം? എന്താ ആവശ്യം? ഇപ്പം കാറ് വാങ്ങണം, പിന്നെ പഠിക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ട് ഫീസ് അടയ്ക്കണം. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? പിന്നെ ഒന്നും അറിയണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥനല്ലേ, അപ്പം എനിക്കും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? നിങ്ങൾ കാറ് വാങ്ങിക്കേ, പഠിക്കേ, എന്തുവാണോ ചെയ്. നമ്മൾ വെറും ഒരു കാഴ്ചക്കാരനായിട്ട് ഇവിടെ നിൽക്കാം. അപ്പോഴേക്കും അത് സീരിയസ് ആയിട്ട് എടുത്തു. എൻ്റെ ബാലു, നിങ്ങളെ അറിയിക്കാതെ ചെയ്ത് ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ കാണിച്ചേ, അത് ഒഴിവാക്കിയൊന്നും അല്ല. അല്ല, എന്നെ ഒഴിവാക്കിയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഈ ആവശ്യമില്ലാതെ കണ്ട ഡ്രൈവിംഗ് സ്കൂളിലൊന്നും കൊണ്ട് തല വെച്ച് കൊടുക്കരുത്. അവന്മാർ നേരെ പഠിപ്പിക്കുകയൊന്നുമില്ല. നിനക്കറിയാമല്ലേ, 18 വയസ്സിൽ അംബാസഡർ കാർ ഓട്ടിച്ചാണ് ഞാൻ. എൻ്റെ നാട്ടിൽ എൻ്റെ രാമവൻ ആദ്യം കാർ എടുത്തത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കാർ മാറ്റി മാർക്ക് 2 എടുത്ത്. അത് ഞാൻ കൊണ്ട് പഠിച്ച് വയലിറങ്ങി. വയല്ല അല്ല, ആദ്യമൊക്കെ അങ്ങനെ തന്നെ, പിന്നെ അത് ഇപ്പോൾ പഠിച്ച് ക്ലിയർ ആയിട്ട് വരുള്ളൂ കേട്ടാ. അപ്പം ഞാനെന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുമ്പോൾ കേൾക്കാൻ പറ്റുമോ? പിന്നെ ആരുകൊണ്ടെന്നാ ഞാൻ കേൾക്കണത്? നീ ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പോകണ്ട. അവിടെ ഈ ആണുങ്ങളാണ് പഠിപ്പിക്കണം. അവന്മാരൊന്നും ശരിയാവില്ല, അത് പറ്റൂല. ഞാൻ നിന്നെ പഠിപ്പിക്കും. അതാകുമ്പോൾ നിന്റെ സമയത്തിനനുസരിച്ച് എനിക്ക് നിൽക്കാമല്ലോ. എന്ത് ചിരിക്കണെന്ത്? ശരി, ഓക്കെ. പക്ഷെ കാറിന് എന്ത് ചെയ്യും? കാറാ? കാറിനെ വർഷാപ്പിൽ നിന്ന് പഴയ കാർ എടുത്തോണ്ട് വരാൻ പഠിക്കാൻ. 1 മണിക്കൂറിന് എത്ര രൂപ? ഇത് മറ്റേ കാറോ? ഏത്? അന്ന് വെച്ചാൽ അത് ആക്രി വിലയ്ക്ക് അവന്മാർ തൂക്കി എന്നേ വിറ്റവന്മാർ. അതല്ല, ഇത് വേറെ കാറ്. ഈ പഴയ കാറ് പഠിച്ചാൽ ഈ കംപ്ലൈൻ്റ് ഉള്ള കാറ് പഠിക്കണം. എപ്പോഴും നമ്മൾ പുതിയ കാർ എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ഓട്ടിക്കാൻ പറ്റും. പറ്റുമല്ലേ? അപ്പോൾ 1 മണിക്കൂറിന് എത്ര രൂപ വാടക? വാടകയൊന്നുമില്ല, അത് മേശരിക്ക് വല്ല വാങ്ങിച്ചു കൊടുത്ത് നക്കാൻ വെച്ചെല്ലാം കൊടുത്താൽ മതി. അത് ഞാൻ ശരിയാക്കാം. മതിയാ? ഓ, അത് മതി കേട്ടാ. ആ, എന്നാ ശരിയാക്കി പെട്ടെന്ന്. അപ്പൊ ശരിയാ, പിന്നെ വാങ്ങുമാറല്ലേ? പിന്നെ ഇല്ല. അല്ല, ബാലു പറയാണേ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണവരെ കാറ് വാടകയ്ക്ക് എടുക്കാന്ന്. അധികം വാടകയൊന്നും ആവില്ല, കുറച്ച് പൈസ ആവുള്ളൂ. അതാകുമ്പോൾ അതിലോടിച്ച് പഠിക്കാമല്ലോ. ബാലുവിന് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ബാലു പഠിപ്പിച്ചു തരും. പിന്നെ ബാലു ഇല്ലാത്ത സമയത്ത് നിനക്ക് പഠിപ്പിക്കാമല്ലോ. നിനക്ക് ഡ്രൈവിംഗ് അറിയില്ലേ? അറിയാം. പിന്നെന്തേ? പിന്നെ ഓടിക്കാം പഠിക്കാം. ഡ്രൈവിംഗ് അല്ലേ? പിന്നെ അത് എനിക്കറിയാം, ഞാൻ നന്നായിട്ട് ഓടിക്കുകയും ചെയ്യും, പഠിപ്പിച്ചു തരാം. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വെറുതെ. അളിയ വന്ന് സോപ്പിട്ടപ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത്. പാവല്ലേടാ. പാവം. എടാ കേശു, എങ്ങനെങ്കിലും നാളെ രാവിലെ ആയാൽ മതിയായിരുന്നു അല്ലടാ? എന്താ നീ ഉദ്ദേശിക്കുന്നേ? എടാ, നാളെ അമ്മയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് ആള് വരില്ലേ? എടാ, ശരിക്കും അച്ഛനാണോ മാമനാണോ അമ്മയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത്? അത് നാളെ അറിയാം. ഒരിക്കലും മിസ്സാകാതെ ഇരിക്കേണ്ട ഒരു ഷോക്കാണ് നമ്മൾ സാക്ഷ്യം വയ്ക്കുന്നത്. കറക്റ്റ്. വണ്ടി എടുക്കാൻ പോയിട്ട് കുറെ നേരമായല്ല. വണ്ടി എടുത്തിട്ട് പൊങ്ങിയിട്ടുണ്ടാവില്ല. ആ പൊട്ട വണ്ടിയായോണ്ട് എന്റെ പേടി. വണ്ടിയെ കുറിച്ച് എനിക്ക് പേടിയൊന്നുമില്ല, വണ്ടി പഠിപ്പിക്കണ മാഷിനെ കുറിച്ചാണ് പേടി. അതെനിക്കും പേടിയുണ്ട്. വണ്ടി വരുന്നുണ്ടോ? വണ്ടി. എന്തോ ഓടിയിട്ടാണ് ബാലു ഇത്? അവിടെ തപ്പണ് ബ്രാക്കില്ലടാ, ഈ ബ്രാക്ക് കുറച്ച് കുറവ്. കുറച്ച് വെക്കാത്തത് വണ്ടി എങ്ങനെയുണ്ട്? കുറവില്ല. ബ്രാക്ക് കുറച്ച് കുറവെന്നുള്ളൂ, വളരെ കണ്ടീഷനാണ്. വാ എന്താ അമ്മ, നല്ലൊരു കാര്യത്തിന് പോകുമ്പോ അമ്മേ. ശിവാനി, ഇപ്പൊ കേറണ്ട, തിരിച്ചെടുക്കട്ടെ. മാറുന്നു, ഫ്രണ്ടിന്ന് മാറുന്നു. എന്ന് സൗണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ. സൗണ്ട് കയറി. വാർഡ് കാറാണ്ടത്. ഓഫ് ചെയ്തിട്ട് എന്നെ കൊണ്ട് മകളെ പറയുന്നുള്ളു.
മതി മതി മാറേ മാറേ പറയുന്നു മാറേ പറയുന്നു മാറേ പറയുന്നു മാറേ നിൽക്കല്ലേ എല്ലാരും വാ നീ പോ. മാറ്, കൈ ഒന്ന് മാറടേ. പറഞ്ഞ കൈ എൻ്റെ ഇടയിൽ കൊണ്ടുവയ്ക്കല്ലോ. ഐശ്വര്യമായിട്ട് ദേവിയെ മനസ്സ് വിചാരിച്ച് വലുതാലോ വെച്ച് കയറി. ദക്ഷിണ റെഡി. ദക്ഷിണ അയ്യോ ഞാൻ എന്റെ കയ്യിലൊന്നുമില്ല. നന്നായൊരു കാശ് എടുക്കാൻ വേണ്ടി കുനിഞ്ഞതാണ്. ആ കയറി വലുതാലോ ചേര. ഓ ഇത് തുറന്നു പറഞ്ഞതായിരിക്കും. വലുതാലോച്ചാ ആ ശ്രീ എന്ത് അറിഞ്ഞു എടി ഇത് വെച്ച് ഞാൻ കേറട്ടെ. വേണ്ട ഇടതാലോ ചേരയായി. ശ്രദ്ധിച്ചേച്ചി ശ്രദ്ധിച്ചേ. പെട്ടെന്ന് കേറ ഇതിന്റെ ഈ കാര്യത്തകത്ത് പോയി. ആ ഞാൻ പറഞ്ഞിട്ടേ കാര്യമൊക്കെ ചവിട്ടാവൂ കേട്ടാ. കൈ 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 മാറ്റ്. എടാ ഒന്ന് മാറടാ. എന്തിനാ അവൻ എന്തിന്? അല്ല എനിക്കൊരു ധൈര്യത്തിന് ഇരിക്കട്ടെ. ഞാനിരിക്കല്ലേ. ആ കേറ്. അല്ല എനിക്ക് ആരും ധൈര്യം തരും. നീ ഒന്നും കയറണ്ട, മാമ പോട്ടെ. ആദ്യം ഓൾ ദ ബെസ്റ്റ് മമ്മ. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക്. പ്രാർത്ഥിക്കാം. ഇത് അവസാന യാത്ര വേണമല്ലോ. മതി മതി പോടെ. ആ ശരി. ഹലോ ഒന്നുമില്ല, സിമ്പിൾ ആണ് പക്ഷെ ഈസി അല്ല. സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ന്യൂട്രൽ. ക്ലച്ച് അമർത്ത്. ക്ലച്ച് ക്ലച്ച് ക്ലച്ച്. ആ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ. ആ അയ്യോ ആ ഫസ്റ്റ് പോട്ടോ. ഇതാണ് ഫസ്റ്റ്. ഇനി പതുക്കെ ആക്സിലേറ്റ് കൊടുക്കൂ. ആക്സിലേറ്റ് കൊടുക്കൂ. അത് അങ്ങനത്തെ ഇരിക്കുന്നത്. ആ കൊടുക്കൂ പതുക്കെ ഇടൂ. ആ ഇടൂ. മുന്നോട്ട് പോട്ടെ. ആ ഫോണിലല്ലോ. ഇനി പോയിക്കോളൂ. ആ എടുത്തു ഓക്കെ. കിണിക്കാടാ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ കിടന്ന് കിണിക്കണത്. എങ്ങനെയാണ് വണ്ടി പഠിപ്പിക്കണത്? ആ ഇങ്ങനെ തന്നെ. ഇനി എന്താ എടുക്കണ്ടേ? അതുപോലെ എടുക്ക്. ചേച്ചി സ്റ്റിയറിംഗ് നേരെ പിടി. ആ നേരെ പിടി. എട്. ലെവല് നേരെ ക്ലച്ച് ഇട്. നേരെ ഏതാടാ? ക്ലച്ച് ചവിട്ട്. ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടി പിടി. ആ ചവിട്ടി പിടി. എന്നിട്ട് കൊടു. ഇത് കൊടു. ആക്സിലേറ്റർ ഇട്. ഡേയ് ഞാൻ പിന്നെ നിങ്ങളുടെ മുമ്പായിരിക്കണത്. കളിക്കാനായിരിക്കണേ. നിങ്ങൾക്ക് നേരെ കളിക്കാൻ കൊടുത്തോണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇറങ്ങ പിന്നെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്റ്റാർട്ടർ ആയിട്ട് ഇരിക്കണത്. ഓഫീമേ എങ്ങനെ പിടിച്ച്? ഓഫി ഉണ്ട് അതില്. ഓഫ് ചെയ്യണ എങ്ങനെ? ഓഫി ഉണ്ട് പഠിക്കാൻ. അങ്ങോട്ട് തന്നെ തിരിച്ചു തരണം. അല്ലേ ഞാൻ പറഞ്ഞു. ഇനി ഇതെട്. ഇനി ഗിയർ ഇട്. ഞാൻ ഇട്ടേക്കാണ്. ഗിയർ കിടക്കാണ്. ആ ഇനി ഇട്. ആക്സിലേറ്റർ കൊടുത്തോ. ഫോണില്ല. എവിടെ ഗിയർ ഇട്ടില്ലല്ലേ? ഗിയർ ഇട്ടാ ഇട്. ഗിയർ ഇട്. തൊലച്ചടുക്ക് രണ്ടും കൂടെ. ആ ഇട്. ചവിട്ട്. പിന്നെ എങ്ങനെ? വണ്ടിയുടെ ഫ്രണ്ട് കയറി പിന്നെ എങ്ങനെ ഓടിക്കാനാ? അതാണ് മുന്നോട്ട് പോകാത്ത. അല്ലെങ്കിൽ ഇപ്പൊ പോയാൽ എനിക്ക് അറിയാം കറക്റ്റ് ആയിട്ട്. ശിവാനി മാറ്. ഞാനില്ല. ഓഫ് ചെയ്യട്ടെ? ഓഫി യോ അമ്മേനെ കൊല്ലുവോ? ഇതിപ്പോ ഇനി ബാക്കി എങ്ങനെ പറ. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. ഞാൻ വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ചാലേ പറ്റുള്ള. സമയമില്ല. 1 മണിക്കൂർ വാടക അറിയാല്ല. വേണ്ട, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അവനെ പോ. എന്തായാലും ബ്രേക്ക് പറയാം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇതുങ്ങളെ കൊണ്ടുവരല്ലേ. ഇനി ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം ബാക്കി. വെള്ളം കുടിക്കാൻ പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ കുടിക്കാൻ? ഞാനും വരാടെ. എനിക്ക് നല്ല ഉറക്കം. ഡ്രൈവിംഗിൽ ശ്രദ്ധ വേണം, ഏകാഗ്രത വേണം, കോൺസെൻട്രേഷൻ. അതില്ലെങ്കിൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. എങ്ങനെ ഉണ്ടാവാനാ? രണ്ടും കൂടെ എന്റെ ശ്രദ്ധ കളയായിരുന്നു. ഞാനാ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുള്ളൂ ഞാൻ. ഡ്രൈവിംഗ് സ്കൂളിലാ നടക്കൂല. നീ എന്നിൽ ശിക്ഷപ്പെട്ട് കഴിഞ്ഞു. നീ ഇപ്പൊ ശിക്ഷയാണ്. ശിക്ഷണം എന്താടാ ഒരു പുച്ഛം? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2020 നമ്മളൊരു കാർ എടുക്കില്ല. അതെന്താ?
അപ്പോഴെങ്കിലും അമ്മ ഡ്രൈവിംഗ് പഠിക്കും ദൈവത്തിന് അറിയാം. അല്ല അമ്മ ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ വിടാം. അമ്മയാണെങ്കിൽ കാറിൽ പോകത്തില്ലേ, അപ്പൊ നമ്മൾ മുമ്പിൽ ഓട്ടോറിക്ഷയില് മൈക്കിൽ വിളിച്ചു പറയണം, എല്ലാവരും വൈമാറൂ, എല്ലാവരും വൈമാറൂ, ഇതാ അമ്മ വരുന്നുണ്ടേ, അമ്മ വരുന്നുണ്ടേ. മതി മതി. ഡേയ് വെള്ളം കുടി, പെട്ടെന്ന് കുടി, സമയമില്ല. ഓരോ മണിക്കൂർ കൂടുന്നതോടും വാടക കൂടെയാണ്. അവൻ്റെ അതാണ്ട പറഞ്ഞില്ലേ വാങ്ങിച്ചു കൊടുക്കാൻ. അത് പോവാം. മാമനും വാ. മാമ മാമൻ വാ. വാ മാമ. ചെറിയ കാര്യത്തിനൊക്കെ പിണങ്ങിയിരിക്കാം. ഞാൻ ഓടിച്ച് കാണിച്ചു. ചേച്ചി വണ്ടി കയറി. അളിയ കയറി. അളയും കയറാനാ? നീ ഓടിക്കാൻ പോണോ? കാണിച്ചു കൊടുക്കാം. സൂചിച്ചാ ഓടിക്കണേ. നീലോ അതെ. ക്ലച്ച് മാറിയത്. ക്ലച്ച് മാറി. മാറ്റി തന്നില്ലേ? നിനക്ക് എന്താടാ? ഇങ്ങനെ കൊല്ലാൻ പറഞ്ഞാടാ. എല്ല് പുല്ല്. എന്റെ എല്ല് പൊടിഞ്ഞനെ. ഇത് അപകട സാധ്യത കൂടിയ മേഖലയാണ്. എണ്ണം പോ. നീ വാ. അവനെ എന്നെ മലപ്പുറം കൊല്ലാൻ നോക്കിയാണ്. എന്റെ ഭാര്യ പോലും ഇവിടെ ഇല്ല. അവനെ പെണ്ണണിയാൻ കൊണ്ട് ലേശം നീക്കണോ? അല്ലേ നീ ചെല്ല്, അല്ലെങ്കിൽ അവൻ കൊല്ലു നിന്നെ. നീ ചെല്ലല്ലേ. ചിലപ്പോ അവിടെ എന്നെ എടുക്കണ്ട വണ്ടി ഡോറ് വേണ്ട. അച്ഛൻ ഇറങ്ങിച്ച വണ്ടി. നീ അവനെ കൊല്ലാൻ നോക്കിയാടാ? കൊല്ലാൻ തന്നെ നോക്കിയത്. എന്തിനാ കൊല്ലാൻ നോക്കിയത്? എന്താ മാമ? നീ എന്തിനാ അവനെ കൊല്ലാൻ നോക്കിയേ? അവനെ എവിടെ വെച്ചിട്ടാണ് ഞാൻ കൊല്ലും. എന്തിന്? എന്നെ പെണ്ണ് കളിക്കാൻ കൊണ്ട് എവിടെ അറിയാല്ല. നീ അത് മറന്നില്ലടാ ഇതുവരെ? അതെ, ഞാൻ ഒരിക്കലും മറക്കൂല. അവന്റെ ഭാര്യ പോലും വീട്ടിലടാ. ഇങ്ങനെങ്കിലും അവളിങ്ങ് വരുമല്ല. എവിടെയാ എടാ അവൻ എവിടെ പോട്ടെടേ. നീലു നീ കയറി പഠിക്കാം. ചേച്ചി കയറി. ചേച്ചി ഞാൻ പഠിപ്പിച്ചു തരും. ചേച്ചി കയറി. കയറി. അങ്ങനെ രണ്ടും കൂടെ പോണ്ട, ഞാൻ കൂടെ കയറും. കയറി. മകളെ അങ്ങോട്ട് മാറിയില്ലേ? അയ്യോ എന്റെ അമ്മോ. ഇനി ഇത് ക്ലച്ച് ഇട്. സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യ്. അച്ഛൻ അല്ല ക്ലച്ച്. എടുത്താ ക്ലച്ച് കരിക്കല്ലേ. തിരിച്ച് വെട്ടി ഓടി. വൈപ്പർ എന്തിനടാ? മഴയടാ. വൈപ്പർ എന്തിനടാ ഇടുന്നത്? വൈപ്പർ എവിടെയാ ഓഫ് ചെയ്യണേ? നീ എന്തിനാ മുക്കണത്? വണ്ടിയല്ലേ പോണത്? മതി. അമ്മ അച്ഛ